ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ പേർക്ക് പങ്കെന്ന് SIT. നടന്നത് മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയെന്നും വിലയിരുത്തൽ. കൂടുതൽ സ്വർണം കടത്താൻ ലക്ഷ്യമിട്ടു. ആസൂത്രണത്തിൽ പത്മകുമാറിന് നിർണായക പങ്കെന്നും കണ്ടെത്തി. കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച നൽകും. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്യുക. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒപ്പം ചേരും. പ്രജിത്ത്, വളരെ നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് കൂടുതൽ പേർക്ക് പങ്കുണ്ട്, നടന്നത് മാസങ്ങൾ നീണ്ട ഗൂഢാലോചനയാണ്, ഈ പത്മകുമാറിന് കൃത്യമായ പങ്കുണ്ട്, കൂടുതൽ സ്വർണം കടത്താൻ ലക്ഷ്യമിട്ടു, അങ്ങനെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് സ്വർണ്ണക്കടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, വിദേശ ഇടപെടലുണ്ടെന്ന സംശയം പോലും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനുമൊക്കെ എത്രയോ അപ്പുറത്താണ് കാര്യങ്ങൾ എന്നിപ്പോൾ തോന്നിപ്പിക്കുന്നു, അല്ലേ? അതെ കൃഷ്ണരാജ്, കാരണം ഇത് പത്മകുമാറിലൊന്നും ഒതുങ്ങി നിൽക്കാൻ പോകുന്ന ഒരു സംഭവമായി സ്വർണ്ണക്കവർച്ച കേസ് മാറില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇതിന് പുതിയ മാനങ്ങൾ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്വേഷണ സംഘം ഈ പത്മകുമാറിനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തതിനപ്പുറത്തേക്ക് പരിശോധനകൾ തുടർന്നപ്പോഴാണ് ഇതിന് പിന്നിൽ മാസങ്ങൾ നീണ്ടൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കവർച്ചയിൽ പത്മകുമാറിന് നിർണായക പങ്കുണ്ട്, മറ്റ് ചിലർ ഈ സ്വർണ്ണക്കവർച്ചയിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കും അന്വേഷണ സംഘം പോയിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടത് ഈ മറ്റു ചിലർ എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കളാണോ അതോ ഏതെങ്കിലും രീതിയിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യവസായികളോ സ്വർണ്ണ വ്യാപാരികളോ ഒക്കെയാണോ എന്നുള്ളതാണ്. ഇതിൽ പലവിധമായ സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോടതി തന്നെ ഇതിലൊരു അന്താരാഷ്ട്ര സ്വർണ്ണക്കവർച്ചാ സംഘത്തിൻ്റെ ഒരു ഇടപെടൽ, വിഗ്രഹ കവർച്ചാ സംഘത്തിൻ്റെയൊക്കെ ഒരു ഇടപെടൽ പോലെ തോന്നുന്നു, അവരുടെ ചില രീതികളൊക്കെ ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളൊരു പരാമർശം നടത്തിയതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘവും ആ പറയുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര സംഘങ്ങളുടെയൊക്കെ പങ്ക് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പല മുഖങ്ങളിലുള്ള അന്വേഷണം, പല വിധത്തിലുള്ള അന്വേഷണം ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിലെ ഒരു സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. പിന്നാലെ ഈ 12 മണിക്കൂറോളം ഇപ്പോൾ പത്മകുമാറിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനകളിലൊക്കെ നിർണായകമായ പല രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരു സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത് ഇതുവരെ പിക്ചറില്ലായിരുന്ന ഒരാളുടെ വീട്ടിലേക്കാണ് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നേരത്തെ കേട്ടിരുന്നതിന് പുറത്തുള്ള പേരുകൾ, നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നതിന് പുറത്തുള്ള പേരുകൾ ഈ സ്വർണ്ണ കവർച്ചയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അതിനൊപ്പം സംസ്ഥാനത്തെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഇപ്പോൾ നേരത്തെ പത്മകുമാറിന്റെ പ്രാഥമിക മൊഴിയൊക്കെ അനുസരിച്ച് കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ എന്തായാലും അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം ആളുകളിലേക്കും ഈ അന്വേഷണം നീങ്ങുന്നതോടെയാണ് ഇതിനൊരു മാനം തന്നെ മാറി മറിയുകയാണ് എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നു, കൂടുതൽ രാഷ്ട്രീയ നേതാക്കളെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓരോ ദിവസം കഴിയുമ്പോൾ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ പ്രധാനപ്പെട്ടത്. എന്തായാലും പത്മകുമാറിനായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നാളെയാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുക. ഇതിനുശേഷം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിന് ഒപ്പമോ അല്ലെങ്കിൽ അതിനുശേഷമോ കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്കും അന്വേഷണ സംഘം കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃഷ്ണരാജ്.